ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചക്കരയുടെയും കുഞ്ഞിൻ്റെയൊക്കെ വീഡിയോ ചെയ്തോളൂ എന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പോൾ രാത്രി നമ്മൾ കുഞ്ഞിനെ കെട്ടിയിട്ട് തുടങ്ങി പ്രസവിച്ചിട്ട് ഒരാഴ്ചയായിട്ടുണ്ട് അപ്പോൾ പാലൊക്കെ ആയി തുടങ്ങണുള്ളൂ ചക്കരയ്ക്ക്. രാത്രി കെട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ നായകളുടെയും മറ്റേ കുറുക്കനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്കൊക്കെ പോയി വല്ല പുല്ലിലും തെങ്ങിൻ്റെ കടക്കിലൊക്കെ പോയി കിടന്നാൽ അവരങ്ങനെ ഉപദ്രവിക്കും. പിന്നെ അതല്ല, പ്രധാനമായിട്ടും പശുക്കളുടെ പാലിങ്ങനെ ആയി വരുന്ന സമയത്ത് ഇവർക്ക് വിശക്കുമ്പോൾ പാല് കുടിക്കാൻ പോവും. ഒരു കാമ്പിലെ പാല് കുടിച്ച് ബാക്കി 3 കാമ്പിലും പാല് നിറഞ്ഞ് നിന്ന് കഴിഞ്ഞു അവർക്ക് അത്രയല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. കുറച്ച് പാല് കുടിക്കുമ്പോഴേക്കും അവർക്ക് മതിയാവും. അപ്പോൾ ആ പാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അകിടുവീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. ചക്കരയ്ക്കാണെങ്കിൽ നല്ല നീരും മടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പാലായി വരുന്നേ ഉള്ളൂ, നീരൊക്കെ പോയി അതുപോലെ ഗർഭപാത്രത്തിൽ അഴുക്കൊക്കെ പോയി കഴിയുമ്പോഴാണ് നല്ല പാലൊക്കെ വരുന്നത്. അപ്പോൾ രാത്രി നമ്മൾ കെട്ടിടും. അപ്പോൾ പുലർച്ചെ ഇപ്പോൾ 4 മണി എന്നുള്ളതൊരു 3:30 എണീക്കും. കാരണം അവന് വിശക്കുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മൾ എണീറ്റ വഴിക്ക് തന്നെ അവളെ കുടിപ്പിക്കാൻ വിടാൻ പറ്റില്ല, നിറയെ ചാണകമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും തേച്ച് കഴുകണ പോലെ തന്നെ അവളെയും തേച്ച് കഴുകി അകിടൊക്കെ കഴുകി ഓടി വിട്ടുണ്ടെങ്കിൽ അവനെ വിട്ട് കഴിഞ്ഞാൽ അവന് ചാണകമായിട്ട് പാല് കുടിക്കാൻ പറ്റൂല. നമ്മുടെ ആണെങ്കിൽ പണി ആയി പോവുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവളെ തേച്ചൊക്കെ കഴുകി ചാണകമൊക്കെ കളഞ്ഞപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ചക്കരയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ സമയം കുട്ടീനെ അഴിച്ചു വിടാനായിട്ടുള്ള തിരക്കാണ്. പക്ഷേ നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞ് ചക്കരയ്ക്ക് ആദ്യം ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ കുട്ടീനെ കുടിപ്പിക്കണം എന്നുള്ള ആ തിരക്കുള്ളത് കൊണ്ട് തന്നെ നല്ല ദേഷ്യത്തിലാണ് നിൽക്കണത്. ഇപ്പോൾ 8 ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ സൊസൈറ്റിയിൽ അളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ പാല്. കാരണം അവൻ കുടിച്ച് 10 ദിവസം കുട്ടികളെ നല്ല രീതിക്ക് പാല് കുടിപ്പിച്ച് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കുടിച്ച് നടന്ന് അതുപോലെ ഒരു 7 മണി നേരത്തൊക്കെ കറന്ന് നമ്മൾ തൈരുണ്ടാക്കും, പനീരുണ്ടാക്കും ഒക്കെ ചെയ്യും, പേട ഉണ്ടാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. സന്ധ്യയ്ക്കൊക്കെ 7 മണിക്ക് കറന്നിട്ട് പിന്നെ നേരം വിളിക്കുമ്പോഴേക്കും അത്രയും പാലൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 4 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് നമ്മൾ ഉച്ചതിരിഞ്ഞും അതുപോലെ കുറേശ്ശെ സൊസൈറ്റിയിലൊക്കെ അളക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി അടുത്ത പശു ഏതാണ് പ്രസവിക്കാനുള്ളതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞോളാണ് അടുത്തതായിട്ട് പ്രസവിക്കാനുള്ളത്. അപ്പോൾ ഇന്നേക്ക് അവൾക്ക് 9 മാസം തികഞ്ഞിട്ടുണ്ട്. അവളെയും കാലത്ത് തന്നെ നമ്മൾ കുളിപ്പിച്ച്, അധികം ചാണൊന്നും ഉണ്ടാവില്ല, എന്നാലും കാലത്ത് തന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കിയാലൊരു സമാധാനമുള്ളൂ. അപ്പോൾ അവൾക്ക് 9 മാസം. അപ്പോൾ ഇനി സുഖപ്രസവത്തിൻ്റെ മരുന്നാണ് കൊടുക്കേണ്ടത്. അനാപ്ലാസ്മ തൈലേറിയൊക്കെ വരാതിരിക്കാനുള്ള ഹോമിയോ മരുന്ന് നമ്മൾ 8-ാം മാസമായപ്പോൾ തന്നെ സിൽവൻ ഡോക്ടറെ അടുത്ത് നിന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 9 മാസം കഴിഞ്ഞ പ്രസവത്തിന് 9 മാസവും 2 ദിവസമായപ്പോഴേ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത്രയ്ക്ക് അങ്ങോട്ട് വേഗം പ്രസവിക്കുമെന്ന് വിചാരിക്കുന്നില്ല. 9 മാസം 9 ദിവസത്തിൻ്റെ അടുത്ത് തന്നെ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നമ്മളെ ചക്കരയുടെ പോലെ തന്നെ ആൺകുഞ്ഞായിരിക്കാനാണ് വഴി എന്നാണ് എനിക്ക് തോന്നണത്. അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടി മൂരിക്കുട്ടനായിരുന്നു, സുന്ദരൻ, നല്ല ഭംഗിയുള്ള ഒരു സുന്ദരൻ ആൺകുട്ടിയായിരുന്നു. അവനെ നമ്മൾ അമലിന് കൊടുത്തു. ഏകദേശം 1 വയസ്സൊക്കെ ആയപ്പോഴാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്കൻ നിന്ന് കരഞ്ഞ് ലഹള വെച്ചിട്ടൊക്കെ വിഷമിച്ച് കിടപ്പായി. ഇനിയിപ്പോൾ അമ്മേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനിന്ന് നമുക്ക് കുടിപ്പിക്കാനായിട്ട് വിടാനായിട്ട്. ഭയങ്കര സങ്കടമാണ്. കുട്ടികളെ ഇങ്ങനെ കഴുത്തിൽ കയറൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ കയറൊക്കെ വലിച്ച് വിഷമിച്ചൊക്കെ നിൽക്കും അവർ. എന്നാലും നമുക്ക് കെട്ടിടാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അവനെ കുടിപ്പിക്കാൻ വിടാട്ടോ. ഭയങ്കര തിരക്കായിട്ടാണ് നിൽക്കണത്. രാത്രി മുഴുവൻ പാല് കുടിപ്പിക്കാണ്ട് ഓടി പോവുകയാണ് പാല് കുടിക്കാനായിട്ട്. അപ്പോൾ 2 കാമ്പ് ഫുള്ള് കുടിക്കും കേട്ടോ. അങ്ങനെ രാത്രിയൊക്കെ കുടിപ്പിക്കാണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞ് വിടുമ്പോൾ 2 കാമ്പ് ഫുള്ള് കുടിക്കും. എന്നിട്ടാണ് അപ്പോൾ നമ്മൾ പാല് ശരിയായിട്ട് കറന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാമ്പ് വിട്ട് കൊടുത്തിട്ട് ബാക്കി 3 കാമ്പിലെ പാല് നമ്മൾ ഫുള്ള് കറക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 10 ദിവസം അവർക്ക് ആവശ്യമുള്ളത് കുടിച്ചതിന് ശേഷം മാത്രം കറക്കുകയാണ് ചെയ്യാറ്. പാലൊക്കെ കുടിച്ചിങ്ങനെ വയറ് വീർത്ത് വരുന്നത് നമുക്ക് കാണാവൻ്റെ അത്ര. അപ്പോൾ മൂരിക്കുട്ടിയാണോ പശുക്കുട്ടിയാണോ ഒന്നും നോക്കില്ല കേട്ടോ.
അമ്മയുടെ പാലല്ലേ, അവർ കുറച്ച് ദിവസമെങ്കിലും നല്ല അവരുടെ സന്തോഷത്തിൽ കുടിക്കട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കാറുള്ളത്. ചിലരൊക്കെ പറയും, നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുക കുറച്ച് ദിവസം കൊടുക്കുമ്പോഴേക്കും തന്നെ കെട്ടിട്ടൊക്കെ കറക്കാറുണ്ട് അവരൊക്കെ. കുറച്ച് പാലൊക്കെ നിപ്പിളിലാക്കിയിട്ട് കുപ്പിയിൽ കുറച്ച് കൊടുക്കുള്ളൂ. ഇപ്പം ഞാൻ കറക്കണ പശുവാണ് ചക്കര. കുഞ്ഞാറ്റേനെയും ചക്കരേനെയൊക്കെ ഞാനാണ് കറക്കുക. അപ്പോൾ കുഞ്ഞോള് പ്രസവിച്ചത് ഞാൻ കറക്കില്ല കേട്ടോ. പക്ഷേ ചക്കരേനെ കറക്കാൻ എനിക്കിഷ്ടമാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അവൾക്ക്. അപ്പോൾ ഈ നീരൊക്കെ പോണവരെ കുറച്ച് വിഷമമാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവളുടെ തീറ്റ ആ സമയത്ത് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ കാലൊന്ന് അനക്കാണ്ടായിട്ടിരിക്കും. അപ്പോൾ ചക്കരയുടെ കറവ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ അതിനിപ്പോൾ നമ്മുടെ നീരൊക്കെ, അവളുടെ അകിട്ടിലെ നീരൊക്കെ പോയി സെറ്റായി കറവ് ശരിയാവുമ്പോൾ കറവ വീഡിയോ ഇടാം കേട്ടോ. പ്രസവിച്ച വീഡിയോ കണ്ടപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് കറവ വീഡിയോ ഇടുമോ എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ കുറേശ്ശെ കറക്കണുള്ളൂ, അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഇനി ഇതൊക്കെ പോയി കറക്റ്റായിട്ട് കറന്നു തുടങ്ങുമ്പോൾ നമുക്ക് കറവ വീഡിയോ ഒക്കെ ഇടാം. അങ്ങനെ ചക്കരേനെ കൊടുക്കാമെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ തീരെ പാലില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ചക്കരേനെ കൊടുക്കണില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ആടുകളെയും ഒരു പശുക്കുട്ടീനെയൊക്കെ മേടിച്ചുകൊണ്ട് ഒരു ചേട്ടനുണ്ട് ചേർപ്പിൽ. അപ്പോൾ ചേട്ടന് ഒരു പശുവിനെ വാങ്ങാനുള്ള ഒരു സബ്സിഡി പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഒരു അരക്കറവ് പശു ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിങ്ങിണി മോളെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കിങ്ങിണി മോൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി ചെന പിടിക്കണമില്ല. പാലിപ്പോൾ 6 ലിറ്ററിൽ മീതി ഉണ്ട് അവൾക്ക്. എന്നാലും അവളെ കൊടുക്കുക, ചേട്ടൻ ഒരു അത്യാവശ്യമായിട്ട് ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പറ്റില്ല, കുട്ടിയുള്ള പശു തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചക്കരേനെ ഇപ്പോൾ എന്തായാലും പ്രസവിച്ച വഴിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല. അപ്പോൾ പിന്നെ കൊടുക്കാൻ പറ്റിയത് പിന്നെ നമ്മുടെ കുഞ്ഞാറ്റിയാണ്. കുഞ്ഞാറ്റേന് ജാനുവിനെ ചാണകം കൊണ്ടുവരുന്ന ഒരാൾ, മലപ്പുറത്തുള്ള ആൾ ചോദിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞും കൂടി വേണം, എന്നാലും ആൾക്ക് സബ്സിഡി പാസ്സാവുള്ളൂ. അത് ചേർപ്പ് പഞ്ചായത്തിൽ നിന്ന് തന്നെ മേടിക്കാൻ പാടില്ല, മറ്റൊരു പഞ്ചായത്തിൽ നിന്ന് മേടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അവിടേക്ക് വന്നത്. അപ്പോൾ നമുക്കത് നിരസിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു ചേട്ടൻ. നമ്മളിപ്പോൾ ആടുകളെയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന വില ഒരു രൂപ പോലും കുറച്ചൊന്നും ചോദിക്കാതെ മേടിച്ച് കൊണ്ടുപോകാറുള്ള ആളാണ്. ആൾക്കൊരു പശുക്കുട്ടീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 3.5 കൊല്ലം വളർത്തി ഇതാക്കിയിട്ട് ചെന പിടിക്കാതെ ആൾ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത് ചെന പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ കുഞ്ഞാറ്റേനെയും നമ്മുടെ ജാനി മോളെയും ആൾ കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ തിങ്കളാഴ്ച വന്ന് കൊണ്ടുപോകും എന്നാണ് പറയണത്. അപ്പോൾ ആളുടെ ഒരു ഇതല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്കിപ്പോൾ 6.5 ലിറ്റർ പാല് നമ്മൾ കാലത്ത് കറക്കുന്നുണ്ട്, 3 ലിറ്റർ പാല് ഉച്ചതിരിഞ്ഞും കറക്കുന്നുണ്ട്. അപ്പോൾ ഈ പാല് അവർക്ക് അവിടെ കൊണ്ടുപോയി കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ കായത്തൊലിയൊക്കെ കൊടുക്കുക, നമ്മുടെ തീറ്റയും കാര്യങ്ങളൊക്കെ മാറ്റി വേറൊരു തീറ്റയിലേക്ക് എത്തുമ്പോൾ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ജാനിമോളും കുഞ്ഞാറ്റി ഇവിടുന്ന് പോവുകയാണ്. ഓരോരുത്തരായിട്ട് കൊടുക്കണം, അതിനുള്ള സൗകര്യം ഇല്ല, നമുക്ക് സ്ഥല സൗകര്യം ഇല്ലല്ലോ, പോയല്ലേ പറ്റുള്ളൂ, ആരെങ്കിലുമൊക്കെ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ചേട്ടന് പ്രസവിച്ചിട്ട് കറക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ കൊടുത്താരും തിരിച്ച് മേടിക്കാനൊന്നും നമുക്കത്ര താല്പര്യമില്ല. അതെന്തായാലും അവൾ പോട്ടെ, എന്താ ചെയ്യുക. എന്താ സ്നേഹിക്കാനുള്ള ഇഷ്ടം. ഒരാൾ തന്നെ ഷർട്ടകത്തിന് ബാക്കിൽ നിന്ന് ഒരാൾ ഷർട്ടകത്തിന് ഇപ്പുറത്തുള്ള ആള് തട്ടാവോ കടിക്കുന്നേ അയ്യോ അമ്മേ, രണ്ടാളും കൂടി എന്നെ ജാമാക്കാം. ചക്കരേ എവിടെ? ചക്കരക്ക് വന്നു. അയ്യോ ഫുള്ള് ശക്തി കുഞ്ഞാളെ വീഴും, നീ എന്നെ വേദിക്ക്. ഈശ്വര കാലോടിക്കാ പോട്ട് എന്തിട്ട് നിക്കണ് നോക്കി. രണ്ടാളിപ്പോ മാന്തി കൊടുക്കാൻ പറ്റുമോ എനിക്ക്? നീങ്ങ. അയ്യോ ഇനി ഭ്രാന്തായി. നീങ്ങിക്ക്. പിന്നെ എല്ലായിടത്തും മാന്തിയല്ലേ പണി.
അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.